ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പാർട്ടി നടപടി. പ്രാഥമിക അംഗത്വം 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. നിയമസഭാ സമ്മേളനങ്ങളിൽ നിന്ന് മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കി നിർത്തും. നിലവിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടെന്നാണ് പാർട്ടി നിലപാട്. എന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിലും മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കേണ്ടെന്നും തീരുമാനമുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ഡിസിസി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് കുമാർ, ഈ തീരുമാനത്തോട് പാർട്ടി നിലപാടിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനാവുക? അല്ല, ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ കേരളത്തിലെ KPCC ആണ് ഏത് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കുക മാത്രമേ ഏറ്റവും കരണീയമായ മാർഗമുള്ളൂ. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചിലപ്പോൾ KPCC ഒരു കമ്മീഷനെ വെക്കുമായിരിക്കും. ആ കമ്മീഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് നടപടികളിലേക്ക് പോകും. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ KPCC എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഓരോ പ്രവർത്തകന്റെയും ഉത്തരവാദിത്വവും ചുമതലയും. അതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. KPCC രാഹുൽ മാങ്കൂട്ടത്തിലിനോട് കൂടുതൽ വിശദീകരണം തേടുമെന്നാണോ? KPCC എനിക്ക് അതിനെക്കുറിച്ച് എനിക്കറിയാം. മിക്കവാറും ഒരു അന്വേഷണം സസ്പെൻഷൻ വരുമ്പോൾ ആ സസ്പെൻഷന് ശേഷം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി കമ്മീഷനെ വെക്കുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. KPCC അത്തരത്തിൽ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. എന്തായാലും KPCC എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വനിതാ നേതാക്കളടക്കം രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അല്ല, വനിതാ നേതാക്കളായാലും ഏത് നേതാക്കളായാലും KPCC ആണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു കമ്മിറ്റി. ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം വനിതാ നേതാക്കളായാലും എല്ലാ നേതാക്കളും അനുസരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അല്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയില്ല. ശരി. പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാറാണ് പ്രതികരിച്ചത്.